നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കപ്പലണ്ടി മിഠായി അഥവാ കടലമിഠായി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇത് നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ള കപ്പലണ്ടി മിഠായിയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്ന ഈ കപ്പലണ്ടി അഥവാ നിലക്കടല ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ലൈറ്റ് ആയിട്ടൊരു പിങ്ക് കളറുള്ള കപ്പലണ്ടിക്കാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. വലിപ്പം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നോട് കൂടിയിട്ടുള്ള കപ്പലണ്ടിക്ക് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് കളറുള്ള കപ്പലണ്ടി ഇതിനായിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് കപ്പലണ്ടി ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. കൂടുതൽ സമയം ഇത് റോസ്റ്റ് ചെയ്യരുത്. ഒരു ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിന്റെ മൂപ്പ് കൂടിപ്പോയാൽ കപ്പലണ്ടി മിഠായിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഞാനിതിപ്പോൾ ഒരു 7-8 മിനിറ്റോളമാണ് വറുത്തെടുത്തത്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഇത് ഓവനിലും വറുത്തെടുക്കാം. അതിനായിട്ട് ട്രേയിലേക്ക് ഇത് ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം 190 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വറുത്തെടുക്കാറുള്ളത്. ഒരു പകുതി സമയമാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാനിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഈ പാത്രത്തിന്റെ ചൂട് കൊണ്ട് വീണ്ടും ഒന്നുകൂടി മൂപ്പ് കൂടിപ്പോകും. നമുക്കിത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറുന്ന സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കര. ഇതൊരു 155 ഗ്രാം ഉണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉരുക്കിയെടുക്കാൻ പറ്റും. പൊടിച്ചെടുത്ത അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് കേട്ടോ ഉള്ളത്. കപ്പലണ്ടിയുടെ അളവ് ഞാൻ പിന്നെ പറയാം. പിന്നെ നമുക്കിത് ഉരുക്കിയെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി എല്ലാം അടുപ്പിൽ വെച്ച് പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കട്ടിംഗ് ബോർഡിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ കപ്പലണ്ടി ശർക്കരപ്പാനിയിലേക്ക് മിക്സ് ചെയ്ത ശേഷം വേഗം തന്നെ ഇതിലേക്ക് മാറ്റണം. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പൊ അലുമിനിയം ഫോയിലൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്നാൽ ഒരു സ്റ്റീലിന്റെ പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തടവി വെക്കുക. അങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം. ഇനി ഇതിന്റെ തൊലി കളയാനായിട്ട് നമുക്ക് ഈ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി തിരുമ്മി കൊടുക്കുക. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ വിട്ടുപോകും. അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളയുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാനും കൂടി ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു 1.5 കപ്പ് കപ്പലണ്ടിയാണ് ഈ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഏകദേശം 250 ഗ്രാം കപ്പലണ്ടി. ബാക്കിയുള്ളത് ഞാനൊരു ടിന്നിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് അരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിൽ ഇതുപോലെ കരടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. വീണ്ടും ഞാനിത് ഇതേ സോസ് പാനിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. ഇതേപോലെ വക്കുള്ള ഒരു പാത്രത്തിൽ ചെയ്യുമായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പം നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒരു പ്രത്യേക ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ചൂടാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു പാകം എത്തുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഏത് സമയത്താണ് നമ്മൾ ചേർക്കേണ്ടതെന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ശർക്കരപ്പാനിയുടെ പാകം അറിയാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഇറ്റിച്ച് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് പാത്രം ചുറ്റിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിന്റെ ചൂട് എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാം. ഇപ്പൊ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേജ് പെട്ടെന്ന് മാറും. അപ്പൊ നമുക്ക് ആ പാകം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് കറക്റ്റ് പാകമാകുന്ന സമയത്ത് ഇപ്പൊ കാണുന്ന ഈ വലിയ ബബിൾസ് ഒക്കെ ഇല്ലേ, ഇത് അതിന്റെ വലിപ്പം കുറഞ്ഞ ചെറിയ ചെറിയ കുമിളകളായിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. ഇങ്ങനെ തിളച്ചു വന്ന് തുടങ്ങിയാൽ ഇത് 1 നൂൽ പരുവം, 2 നൂൽ പരുവം, 3 നൂൽ പരുവം എന്നിങ്ങനെയുള്ള സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോകും. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യണമെന്നില്ല. ഈ പാത്രത്തിലെ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇറ്റിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ കുറച്ചൊന്ന് ഇറ്റിച്ച് നോക്കിയാൽ കണ്ടു ഇത് അലിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ പാകമായിട്ടില്ല. വീണ്ടും നമ്മൾ ചൂടാക്കി കൊടുത്തോണ്ടിരിക്കുക.
ഇപ്പോഴും ഇത് അരിഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കാം. ഇപ്പൊ ഒരു തുള്ളി ഉറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഞെങ്ങിപ്പോകുന്ന ഒരു സ്റ്റേജാണ്. ഇതിനെയാണ് സോഫ്റ്റ് ബോൾ സ്റ്റേജ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കാം. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ഇത് ഹാർഡ് ബോൾ സ്റ്റേജിലെത്തും. ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ ഇറ്റിച്ചു കൊടുത്താൽ ഇത് നല്ല ഹാർഡായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ ഇതുപോലെ ടിങ് ഒരു സൗണ്ട് കേൾക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതൊന്ന് എടുത്ത് കടിച്ചു നോക്കിയാൽ നമ്മുടെ വായിൽ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾ കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ പാടില്ല. വീണ്ടും നമ്മൾ ഒരു കുറച്ചു നേരം കൂടി, ഏകദേശം ഒരു 45 സെക്കൻഡും കൂടി നമ്മൾ ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ബബിൾസ് ഒക്കെ വളരെ ചെറുതായിട്ടുണ്ട്. നമ്മളൊരു തുള്ളി ഇതിലേക്ക് ഇറ്റിച്ചു കൊടുത്താൽ പെട്ടെന്ന് അത് ഹാർഡാകും. നമ്മൾ ഒന്ന് ഇത് കടിച്ചു നോക്കിയാൽ നമുക്കത് ഈസി ആയിട്ട് കടിച്ചു പൊട്ടിക്കാനും പറ്റും. അപ്പൊ ഈ ഒരു പാകം എത്തുമ്പോഴാണ് നമ്മൾ കപ്പലണ്ടി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സ്റ്റേജിനെ സോഫ്റ്റ് ക്രാക്ക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് കപ്പലണ്ടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് നമ്മൾ എപ്പോൾ കപ്പലണ്ടി ചേർത്താലും നമ്മുടെ കപ്പലണ്ടി മിഠായി ശരിയായി കിട്ടേയില്ല. നമുക്ക് കടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല. പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കും. ചവച്ച് നമ്മുടെ വായൊക്കെ വേദന എടുക്കും. ഇത് വേഗം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അലുമിനിയം ഫോയിലിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് എണ്ണ തടവിയ ഒരു ചപ്പാത്തിക്കോല കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. കഴിയുന്നത് ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തിക്കോല അല്ലെങ്കിൽ എണ്ണ തടവിയ വേറൊരു പാത്രത്തിന്റെ അടിഭാഗം കൊണ്ട് നമുക്കിത് പ്രസ് ചെയ്ത് ലെവലാക്കി എടുക്കാം. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ പരത്തി കൊടുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇത് തണുക്കുന്ന സമയം കൊണ്ട് ശർക്കരപ്പാനിയൊക്കെ അടിയിലായി പോകും. കപ്പലണ്ടി മുകളിൽ നിൽക്കുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ സ്ക്വയർ ഷേപ്പിൽ മുറിച്ച് വെക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യും. ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുക്കും നന്നായിട്ട് തണുത്ത് കിട്ടാനായിട്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അലുമിനിയം ഫോയിലിൽ നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്കിതുപോലെ ഒടിച്ചെടുക്കാൻ പറ്റും. ഇത് 2 ദിവസമൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിത് 2 ദിവസമൊന്നും വെക്കാൻ പറ്റാറില്ല. ഉണ്ടാക്കി അപ്പം തന്നെ തീർന്നു പോകും. ഇപ്പം തന്നെ എൻ്റെ മക്കൾ ഇവിടെ ഇങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.